പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തള്ളുന്നില്ല കണ്ണൻ ഗോപിനാഥൻ. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ കോൺഗ്രസ് നേതാക്കളൊന്നും പറഞ്ഞിട്ടില്ല എന്നും കുട്ടിക്കാലം മുതൽ പാലക്കാടുമായി ബന്ധമുണ്ട് എന്നും കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും എന്തായാലും മത്സരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒരു പാലക്കാടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മത്സരിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഇന്നും കൂടി ഉണ്ടാവും. പാർട്ടിയുടെ എല്ലാ വിധ പ്രവർത്തനങ്ങൾക്കും കേരളത്തിലൊന്നും ഉണ്ടാവും. അത് പാർട്ടി തീരുമാനമാണല്ലോ. ഞാനൊരു പാർട്ടിയുടെ മെമ്പറാണ്. അപ്പോൾ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഉണ്ടാവും. ഇല്ല, അത് ഹൈപ്പോത്തറ്റിക്കലാണ്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ച് നിൽക്കും. അതെ. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ. പാലക്കാട്ടെ സസ്പെൻസ് അങ്ങോട്ട് തീരുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്, രണ്ടിലൊന്ന് അറിയണം എങ്ങനെയെങ്കിലും. അതൊരു വല്ലാത്തൊരു ആകാംക്ഷയാണ്, അത് വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാ. എന്ത്, രാഹുൽ മത്സരിക്കോ ഇല്ലേ, രണ്ടിലൊന്ന് അറിയണം എന്നുള്ള ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരു ഫൈനൽ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഇപ്പോൾ കണ്ണൻ ഗോപിനാഥൻ ഇപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങൾ ഇന്നലെ പാലക്കാട് വന്നിരുന്നു, അവിടെ ചില പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മാധ്യമപ്രവർത്തകർ കണ്ണൻ ഗോപിനാഥനോട് ചോദിക്കുക, എന്താണ് പാലക്കാട് മത്സരിക്കുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കുമെന്നോ മത്സരിക്കില്ല എന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ പാർട്ടി തീരുമാനിച്ചാൽ അത് താൻ അനുസരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കണ്ണൻ ഗോപിനാഥൻ്റെ പേര് ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നു, മറ്റൊരു ഭാഗത്ത് ശ്രീനാദേവി കഴിഞ്ഞ ദിവസം പാലക്കാട് ചില സന്ദർശനങ്ങളൊക്കെ നടത്തിയതോടുകൂടി ശ്രീനാദേവിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. മറുവശത്താണെങ്കിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അയാൾ നിൽക്കുന്നത് പാർട്ടിക്ക് പുറത്താണ് എന്നുള്ള ഒരു കാര്യവും അവിടെ സവിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻസുകൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം വല്ലാത്തൊരവസ്ഥയാണ്. രാഹുൽ മത്സരിക്കണമെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുന്നു, എന്നെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ രാഹുലാണെങ്കിൽ പാർട്ടി തീരുമാനിക്കും, പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് താനില്ല എന്ന് പറഞ്ഞ് രാഹുലാണെങ്കിൽ കൈയൊഴിയുകയും ചെയ്യുന്നു. ഇപ്പോൾ രാഹുൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരം പല പേരുകൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത്. അത് കണ്ണൻ ഗോപിനാഥൻ്റെ പേര് ആദ്യം മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് ശ്രീനാദേവി പാലക്കാട് ഒരു സന്ദർശനം നടത്തി. അത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയൊന്നുമായില്ല. പക്ഷേ ശ്രീനാദേവി പാലക്കാട് വന്നു എന്ന് മാത്രമല്ല, ശ്രീനാദേവിയോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റാഫായ സുജിത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളും ഉണ്ടായിരുന്നു. പാലക്കാട് എന്താണെങ്കിലും സജീവമായ പ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടന്നു കഴിഞ്ഞു. അവിടെ ചുമരെഴുത്തുകളും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് അതിവേഗം ബഹുദൂരം എന്നുള്ള രീതിയിൽ പ്രചരണത്തിൽ മുൻപന്തിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആര് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഇപ്പോഴും എവിടെയും പ്രഖ്യാപിക്കപ്പെട്ടില്ല, പാലക്കാടും പ്രഖ്യാപിക്കപ്പെട്ടില്ല. അവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. ഇത് എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രഖ്യാപനം ഉണ്ടായാൽ മതി, ഇനി ആരാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. കാരണം ആര് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആശങ്ക, അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ രാഹുൽ കഴിഞ്ഞ ദിവസം ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. സൂചന എന്ന് പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നുള്ള സൂചനകളല്ല, താൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നുള്ള സൂചനകൾ. അത് പ്രത്യേകിച്ചും ഈ പറയുന്ന രീതിയിൽ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, വിവാദങ്ങൾ, പരാതികൾ, ഇതിലൊക്കെ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് മാത്രമേ താൻ ഇനി പൊതുപ്രവർത്തന രംഗത്തേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം അയാൾ പലരോടും പറഞ്ഞതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ അത്തരം ഒരു നിലപാടിലേക്ക് ഉണ്ടാവില്ല. പിന്നെ പാർട്ടിയും ഒരു വല്ലാത്തൊരു റിസ്ക് എടുക്കാൻ പാർട്ടിയും മുതിരില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാഹുലിനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ രാഹുൽ പാലക്കാട് വിജയിക്കുമായിരിക്കാം. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിലല്ല കോൺഗ്രസ് റിസ്ക് എടുക്കുന്നത്. മീൻസ് രാഹുൽ പാലക്കാട് മത്സരിച്ചാൽ രാഹുൽ വിജയിക്കുക എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ സംശയം. രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചാൽ അതുവഴി അതൊരു വലിയ ചർച്ചയായി അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. മനസ്സിലായില്ല? അല്ലാതെ രാഹുലിനെ മത്സരിപ്പിച്ചുകൊണ്ട് രാഹുൽ പാലക്കാട് മത്സരിച്ചുകൊണ്ട് അയാൾ തോറ്റുപോകുമോ, പാലക്കാട് നഷ്ടപ്പെടുമോ എന്നുള്ളതല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം.
അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെയുള്ളത് ഈ പറയുന്ന കണ്ണൻ ഗോപിനാഥൻ അല്ലെങ്കിൽ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ. ആരാവും പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് വളരെ വലിയ ആകാംക്ഷ തന്നെയാണ്, എല്ലാവർക്കും ആകാംക്ഷയാണ്. ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് ആര് സ്ഥാനാർത്ഥി, പാലക്കാട് രാഹുൽ മത്സരിക്കുമോ? ഈ 2 ചോദ്യങ്ങളാണ് ബാക്കി. ഇത് രണ്ടിനാണെങ്കിൽ യാതൊരുവിധ ഉത്തരവും കിട്ടുന്നില്ല. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ ഉറപ്പായി കഴിഞ്ഞു എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ പാലക്കാട് എസ്പെഷ്യലി സിറ്റിംഗ് സീറ്റുകളിൽ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ മിക്ക MLA-മാരും 99% MLA-മാരും മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾ 1, 2, 3 പേര് മാക്സിമം, അതിനപ്പുറത്തേക്ക് പോകില്ല. ആ 3 പേര് ചില ആരോഗ്യ കാരണങ്ങളാൽ, അത് ഈ പറയുന്ന കെ ബാബുവിനെ പോലെ, ഉമാ തോമസിനെ പോലെ, ഉമാ തോമസ് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഉമാ തോമസിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അപ്പോൾ അതിലും ഓൾറെഡി ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ മാത്രം. പിന്നെയുള്ളത് ഈ പാലക്കാടാണ്. അവിടെയാണ് ഈ സസ്പെൻസ് അത്രയും ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര അത് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ വലിയ ഒരു പ്രഖ്യാപനം ഉണ്ടാവാൻ പോവുകയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റിൽ പ്രഖ്യാപനം ഉണ്ടാവുന്നത് ഈ പറയുന്ന സിറ്റിംഗ് സീറ്റുകളിലും അതുപോലെ കേരളത്തിലെ സംവരണ സീറ്റുകളിലും ആര് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓഫ് കോഴ്സ് പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ആര് മത്സരിക്കുമെന്നുള്ളത് ഈ ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയ 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 ആകാംക്ഷയായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാലക്കാട് സ്ഥാനാർത്ഥിത്വം ആരാണ് എന്നുള്ളത് അത് 2ാം ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബാക്കിയുള്ളയിടത്തൊക്കെ സിറ്റിംഗ് സീറ്റുകളിലും ഈ സംവരണ സീറ്റുകളിലും ഈ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ എൻ്റെ ക്യൂരിയോസിറ്റി അവിടെയൊന്നുമല്ല, ബാക്കിയുള്ളിടത്തൊക്കെ ആര് മത്സരിക്കും ആര് മത്സരിക്കില്ല എന്നുള്ളതൊന്നുമല്ല എൻ്റെ ക്യൂരിയോസിറ്റി. എൻ്റെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് പാലക്കാട് ആര് മത്സരിക്കും, പാലക്കാട് രാഹുൽ മത്സരിക്കില്ലേ, ഇതാണ് എൻ്റെ ചോദ്യം. ഇതിപ്പോൾ എനിക്ക് തന്നെ വലിയ ഒരു 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 പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ പ്രാരാബ്ധമാകുന്ന രീതിയിൽ മാറുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അന്വേഷിച്ച് നമുക്ക് തന്നെ ഇതൊരു കൺഫ്യൂഷൻ, ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു, ആരാണെന്നുള്ളൊരു പ്രഖ്യാപനമെങ്കിലും വന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? കാരണം പാലക്കാട് രാഹുൽ വരും, രാഹുൽ മത്സരിക്കും, രാഹുൽ തന്നെ ഉണ്ടാകും എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എന്തിനു വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങൾ ഉണ്ടായതും ആരോപണങ്ങൾ ഉണ്ടായതും ഒക്കെ, അത് കൃത്യസമയത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഈ ആരോപണങ്ങളും പുകമറങ്ങളും ഉണ്ടാക്കി അതിലൂടെ വ്യക്തമായ നേട്ടം എന്ന് പറഞ്ഞാൽ രാഹുലിനെ അടിച്ച് മൂലക്കിരുത്തണം എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അയാൾ ഉണ്ടാവരുത് മത്സര രംഗത്ത് എന്ന് വേട്ടക്കാർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആവുകയാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇനി അത്ഭുതങ്ങൾ ഉണ്ടാവേണ്ടി വരും. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് വലിയ അത്ഭുതം തന്നെയായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെയുള്ളത് ഈ പറയുന്ന കണ്ണൻ ഗോപിനാഥൻ, ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ, ഇവരൊക്കെയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു കൺഫ്യൂഷൻ, ആര് മത്സരിക്കും, ആര് വിജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ളതൊന്നുമല്ല കൺഫ്യൂഷൻ ആശങ്കയും ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതിനെക്കുറിച്ചാണ്. അതാണിപ്പോൾ വലിയ ഒരു എന്താ പറയേണ്ടത്, നമുക്കൊരു തലവേദന എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ സ്ഥാനാർത്ഥിയാവണം, രാഹുൽ മത്സരിക്കണം എന്നുള്ളത് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വിപരീതമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതിന് പ്രതികൂലമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ
അത് വല്ലാതെ ടെൻഷനാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിട്ട് മാറുകയാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ രാഹുലിനെ മാറ്റി നിർത്താൻ ഒരു കാരണങ്ങളുമില്ല. രാഹുലിനെ മാറ്റി നിർത്താനുള്ള കാരണങ്ങൾ എന്താ? ഈ വ്യാജ പരാതികളാ. ഈ പരാതികൾ മാത്രമാണ് രാഹുലിനെ മാറ്റി നിർത്താനുള്ള കാരണം. അതല്ലാതെ, അതും പരാതികൾ എന്ന് പറഞ്ഞാൽ വ്യാജ പരാതികൾ, അതല്ലാതെ എല്ലാം കൊണ്ടും അയാൾ യോഗ്യനാ. ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേത് വളരെ മികച്ച രാഷ്ട്രീയ ജീവിതമാ. ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയ, വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് മികച്ച നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ആരോപണങ്ങൾ ഉയരുന്നതിന് മുമ്പ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് വെറും 8-9 മാസങ്ങളാ. അത്രയും മാസങ്ങൾ കൊണ്ട് വലിയ ഒരു മികച്ച ജനപ്രതിനിധിയായിട്ട് തന്നെയാണ് അയാൾ പാലക്കാട് പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു വ്യക്തി. പിന്നെ പൊളിറ്റിക്കൽ കരിയർ വെച്ചിട്ടാണെങ്കിൽ അതിനേക്കാൾ മികച്ച വ്യക്തി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അയാളെ മാറ്റി നിർത്താനൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? ഈ സ്ത്രീ വിഷയങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളാണ് പ്രശ്നം. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയുമാണ്. അപ്പോൾ പാലക്കാട് രാഹുലിനെ മാറ്റി നിർത്താൻ കാരണം എന്ന് പറയുന്നത് ഈ വ്യാജ ആരോപണങ്ങൾ മാത്രമാണ്. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒന്നിലേറെ കാരണങ്ങൾ, അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള കാരണങ്ങളെക്കാൾ ഏറെ അയാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെയും കോൺഗ്രസ്, ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചാൽ പാലക്കാട് അയാൾ പരാജയപ്പെടുമോ എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ പ്രശ്നം. മറിച്ച് അയാളെ പാലക്കാട് മത്സരിപ്പിച്ചാൽ അയാൾ വിജയിക്കും. അത് പക്ഷേ അയാളെ മത്സരിപ്പിച്ചാൽ ആ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചു എന്നുള്ള ഒരു വിഷയം കേരളത്തിൽ ഒന്നടങ്കം ചർച്ചയാകുമോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായിട്ട് വരുന്നത്.